ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീച്ച് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന കാടമുട്ട മസാലയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പലർക്കും അറിയാം, പക്ഷെ പലരും പല രീതിയിലാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന രീതിയാണ് കേട്ടോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കാടമുട്ട മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികളൊക്കെ നിങ്ങളെടുക്കുന്ന കാടമുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഞാനിപ്പോൾ 40 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഫ്ലെയിം ഓഫ് ചെയ്യാതെ നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ മസാലയൊക്കെ എല്ലാ കാടമുട്ടയിലും പിടിക്കുകയുള്ളൂ. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഈ ചാറ്റ് മസാല ചേർത്തില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ശരിക്കും നമ്മൾ ബീച്ച് സൈഡിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാടമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.